ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്ര ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബ്യൂട്ടിഫുൾ ഡോക്യുമെൻ്റാണ്. ഒരു മനോഹരമായ ഒരു റിട്ടൺ നോട്ട് ബുക്കാണത് എന്ന് എനിക്ക് അത് പറയാൻ സാധിക്കും. കാരണം നമ്മളൊരു മത്സര പരീക്ഷകൾ ക്രാക്ക് ചെയ്യുക എന്നതിനുപരി ബിയോണ്ട് അവർ UPSC or PSC examinations, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ വി ഹാവ് ടു ബി വെരി അവെയർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് നമ്മളെ നയിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ നയിക്കപ്പെടുന്നത്, ആരാണ്, എന്താണ്, ആരൊക്കെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. You have to go through the constitution of our country. Then only you will know who will rule the country, what is our administration, what is the position of chief minister, prime minister, Indian president, chief justice, supreme court, high court. Various things we will come to know. So definitely I will explain what is the salient features of the constitution. എന്താണ് ഭരണഘടന, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാതലായ ഭാഗങ്ങൾ എന്തെല്ലാമാണ് ഭരണഘടന ഡീൽ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. ഒരു ഫാക്ട് പഠിക്കുക എന്നുപരി എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുപരി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങൾ UPSCക്ക് പഠിക്കുകയാണെങ്കിലും ശരി, ഒരു സാധാരണ സിവിൽ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് പഠിക്കുകയാണെങ്കിലും ശരി, ഭരണഘടന അറിയുന്നത് വളരെ നല്ലതാണ്. സോ ഐ വിൽ സ്റ്റാർട്ട് our journey. So ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. എന്താണ് ഇന്ത്യൻ ഭരണഘടന, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, വാട്ട് ഈസ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ കൺട്രി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഭരണഘടനയാണ് നമ്മുടേത്. ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് പുസ്തകം, ഏത് ലോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ സപ്പോസ് പരിസ്ഥിതിയെക്കുറിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെ വശമുണ്ടാവും. അതല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതും കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ടാവും. ആളുകളെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവും. അതായത് രാജ്യത്തിൻ്റെ ഏത് നിയമങ്ങളുടെയും കാതല സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ അത് കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എഴുതപ്പെട്ട ഭരണഘടനയെ അനുസരിച്ച് മാത്രമേ ആർക്കായാലും, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പോയാലും പ്രവർത്തിക്കാൻ സാധിക്കൂ. So originally the constitution contained a preamble and 395 articles divided into 22 parts and 8 schedules. Now it consists of preamble and 12 schedules divided into 25 parts. So this is the why constitution, largest written constitution, because it's various factors contributed for this. First of all, geographical factors. India is a vast country, different people, different culture, etc. Then historical factors, influence of Government of India Act, very bulky, very vast. Then third is single constitution for both the center and the state, except Jammu Kashmir. But now Jammu Kashmir is a part of Indian constitution, only one constitution for India. Recently, Modi government, union government abolished Article 370. I will explain that later. Then dominance of legal luminaries in the Constitution Assembly. ഭരണഘടന അസംബ്ലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വക്കീലന്മാരുടെ ഒരു ബഹളം തന്നെയായിരുന്നു. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോയേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി. സോ ഇതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രശ്നം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഭരണഘടനാപരമായി നിലനിൽക്കുന്ന നിയമമാണോ എന്നാണ് ആദ്യം പരിശോധിക്കുക. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. നമ്മുടെ ഏറ്റവും നല്ലൊരു ലിവിങ് ഡോക്യുമെൻ്റാണ്, ജീവിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. എന്തായാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനദർ പെക്യുലാരിറ്റി, അനദർ സ്പെഷ്യാലിറ്റി ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്.
നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളുടെ ഭരണഘടനകളെ നമ്മൾ വിശകലനം ചെയ്ത് അത് ഇന്ത്യയുടെ സാഹചര്യത്തിന് അനുയോജ്യമാക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഒരു കൺസെപ്റ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ചിലപ്പോൾ നമ്മൾ പക്ഷെ ഇന്ത്യയുടെ സാഹചര്യത്തിനും സ്റ്റൈലിനും നോക്കി ലീഗൽ ലുമിനറീസുടെ അഭിപ്രായത്തോടു കൂടി ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു എല്ലാ ഭരണഘടനകളുടെയും നല്ല അംശങ്ങളെ കൂട്ടിയിണക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഓരോ ഇന്ത്യനും അതിൽ അഭിമാനിക്കേണ്ടതാണ്. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പറയും, യു ഹാവ് ടു ഗോ ത്രൂ, റീഡ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വായിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. So drawn from various sources. Suppose I will explain it later, or I will give notes. But before that, എന്തുകൊണ്ടാണത് മറ്റു സാഹചര്യങ്ങൾ? ഇപ്പം നമുക്ക് മൗലികാവകാശങ്ങളുണ്ട്. ഈ മൗലികാവകാശങ്ങളിലുള്ള കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ നമുക്ക് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഒക്കെ എടുത്തിരിക്കുന്നത്, ക്യാബിനറ്റ് സിസ്റ്റം ഒക്കെ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ മറ്റ് പല രാജ്യങ്ങളുടെയും നല്ല രീതിയിലുള്ള അംശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞു ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് ആണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സോ ഇനീഷ്യലി ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ ഇയർ 1949, മീൻസ് ദാറ്റ് പീരിയഡ് 1949, 50 and all. But now we are in the period of 2021. We reached 2021. So അന്നത്തെ കാര്യങ്ങൾ മാത്രം മതിയോ? അന്നത്തെ നിയമങ്ങൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തെ വിലയിരുത്താൻ പറ്റുമോ? സോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമുക്ക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മൾക്ക് ഭരണഘടന പാർലമെന്റിന് തന്നെ വളരെ സിമ്പിളായിട്ട് അത് ഭരണഘടനയിലുള്ള കാര്യങ്ങളെ മാറ്റാൻ കഴിയും, അസംബ്ലി പാസ് ചെയ്യാൻ കഴിയും. പക്ഷേ ചില കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് സെക്കുലാരിസം, മതേതരത്വം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജീവിക്കാനുള്ള അവകാശം, ഇതൊന്നും ചില കാര്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല. ചില കാര്യങ്ങൾ മാറ്റാൻ കഴിയണമെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അതെന്താവും? ഇറ്റ് ഈസ് എ റിജിഡിറ്റി ആവും. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താവും? ചില സിമ്പിൾ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയും. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി. സോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റാൻ നിങ്ങൾക്ക് ഭരണഘടന മാറ്റാൻ അനുവാദം നമ്മുടെ ഭരണഘടന ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അവരുടെ ഒരു ദൂരവ്യാപകമായിട്ടുള്ളൊരു അവരുടെ ഒരു ഉൾക്കാഴ്ചയായിരുന്നു അത്. ആ മനോഹാരിത നമ്മൾ ഇപ്പോഴും വി ആർ വെരി വെരി താങ്ക്ഫുൾ ടു അവർ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദാറ്റ്. ദെൻ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു കേന്ദ്രമുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്, പഞ്ചായത്തുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഭരിക്കപ്പെടുന്നവരുണ്ട്. ഇവർക്കൊക്കെ വാട്ട് ഈസ് ദ ബൗണ്ടറി ലൈൻ ഓഫ് യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പഞ്ചായത്ത് ആൻഡ് ഓൾ, മുനിസിപ്പാലിറ്റി ആൻഡ് ഓൾ, ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നോർമൽ സാഹചര്യത്തിൽ, സാധാരണ സാഹചര്യത്തിൽ ഒരു ഫെഡറൽ സ്കീമാണ്. അതായത് ഫെഡറൽ സ്ട്രക്ചർ പോലെ നമ്മളെ തോന്നിപ്പിക്കും. ഫെഡറൽ സ്ട്രക്ചർ ആണെന്ന് പറയാം. കാരണം ആ സ്റ്റേറ്റിന് ഇപ്പം ലോ ആൻഡ് ഓർഡർ, പോലീസ് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. കേന്ദ്രമല്ലാതെ നേരിട്ട് ഭരിക്കുന്നത്. കേന്ദ്രത്തിന് അലോട്ട് ചെയ്ത് യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ സാധാരണ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് അതിൻ്റെ മേലെ കൺട്രോളുള്ളൂ, നിയന്ത്രണമുള്ളൂ. പക്ഷേ ഫെഡറൽ സിസ്റ്റം വിത്ത് നമ്മൾ നോർമൽ സാഹചര്യത്തിൽ സ്റ്റേറ്റിന് നമുക്ക് കൂടുതൽ അധികാരം കൈയാളുന്നതായി കാണാം. പക്ഷെ നമ്മുടെ ഫീച്ചർ എന്താണ്? ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. വൈ വി ആർ സേയിങ് യൂണിറ്ററി ബയാസ്? ബിക്കോസ് ഇൻ certain extraordinary circumstances, not sometimes, always under extraordinary circumstances, all power of the state government will be vested with the union. സോ അവിടെ ഒരു യൂണിറ്ററി ബയാസ് നമുക്ക് കാണാൻ കഴിയും. സപ്പോസ് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നു,
സപ്പോസ് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു വയ്ക്കുക. ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ സംസ്ഥാനത്തിൻ്റെ അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. കൂടാതെ തന്നെ രാജ്യം ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിലൂടെ മൊത്തമായി കടന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ എമർജൻസിയിലേക്ക്, ഇന്ത്യയുടെ അധികാരം മൊത്തം സംസ്ഥാനങ്ങൾക്ക് പവർ ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്രത്തിന് അത് ഏറ്റെടുക്കാൻ സാധിക്കും. അതുപോലെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു കഴിഞ്ഞാലും ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. സോ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു യൂണിറ്ററി ബയസ് വരും. അല്ലാത്ത സാഹചര്യത്തിൽ അതിനൊരു ഫെഡറൽ സ്ട്രക്ചറായിട്ട് നമുക്ക് തോന്നും. എങ്കിലും ചില കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഫെഡറൽ ഇൻ ദ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ദിസ് ഇസ് ക്വാസി ഫെഡറൽ ബൈ KC വെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വാസി ഫെഡറൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാർഗൈനിങ് ഫെഡറലിസം എന്നാണ് മോറിസ് ജോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്നാണ് ഐവർ ജെനിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു സെൻട്രലിന് അധികാരം കൂടുതൽ കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അവരുടെ ഒരു സെൻട്രൽ സിസ്റ്റം, അവരാണ് ഈ സെൻട്രലിന് കൂടുതൽ പവർ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഭരണഘടനയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. സോ നെക്സ്റ്റ് അടുത്ത അപ്പം നമ്മളിപ്പോൾ എത്ര പഠിച്ചു കഴിഞ്ഞു? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണെന്ന് പഠിച്ചു കഴിഞ്ഞു, സം ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. വാട്ട് ഈസ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്? സാധാരണ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു. ആ ജനപ്രതിനിധികൾ അവരുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്റേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു. ഇതാണ് parliamentary form of government, under which parliamentary form of government executive is collectively responsible to the parliament. So means what are the symbols of എന്തൊക്കെയാണ് അതിൻ്റെ പാർലമെന്ററി ഫോമിൻ്റെ സിംബൽസ്? ഒന്ന്, പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഹിയർ ദ നോമിനൽ എക്സിക്യൂട്ടീവ് ഈസ് പ്രസിഡന്റ് ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് ഈസ് പ്രൈം മിനിസ്റ്റർ. സ്റ്റേറ്റിൽ വരുമ്പോൾ അത് ഗവർണറാവും, ചീഫ് മിനിസ്റ്ററാവും. രണ്ടാമത് മെജോറിറ്റി പാർട്ടി റൂൾ. ഭരിക്കുന്ന ഏത് പാർട്ടിക്കാണോ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ആ പാർട്ടിയുടെ ഭരണമായിരിക്കും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ. കൂടാതെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ. കാരണം ഓരോ ഇടവേളകളും കഴിഞ്ഞ് മന്ത്രിമാർ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് അവർ അക്കൗണ്ടബിൾ ആണ് നിയമസഭയോട് അല്ലെങ്കിൽ പാർലമെന്റിനോട്. പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പാർലമെന്റുകൾ എടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. കൂടാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, സ്റ്റേറ്റിലാണെങ്കിൽ അത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. കൂടാതെ ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടാനുള്ള അധികാരം. ഇതാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ പാർലമെന്ററി സിസ്റ്റമാണ് നമ്മൾ ഇന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഓർഗനാണ്. നമ്മളിപ്പോൾ പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. വി ഹാവ് 3 ഓർഗാൻസ്. കോൺസ്റ്റിറ്റ്യൂഷന് പ്രധാനമായും 3 ചിറകുകളാണ്. 3 ചിറകെന്ന് പറയാൻ പറ്റില്ല, 3 ഓർഗാൻസ് ആണ്. ഈ 3 ഓർഗാൻസിൻ്റെ ഒരു 3 ഓർഗാൻസും ചേർന്നാണ് നമ്മളെ ഗവേൺ ചെയ്യുന്നത്. ഒന്ന് ലെജിസ്ലേച്ചർ, ഒന്ന് എക്സിക്യൂട്ടീവ്, ഒന്ന് ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ ദേ വിൽ മേക്ക് ദ ലോസ്. ലോ മേക്കിംഗ് ആണ് അവരുടെ ജോലി. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ജോലി. ഇനി മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആണെന്ന് പറയാം എന്നുള്ളൊരു വിഭാഗമാണ് ജുഡീഷ്യറി. ഈ പറയുന്ന നിയമം ഭരണഘടനയുമായി ഒന്നിച്ചു പോകുന്നതാണോ എന്ന് നോക്കുന്നത്, കറക്റ്റ് ചെയ്യുകയാണോ, അതോ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ വല്ല പരാജയപ്പെട്ടിട്ടുണ്ടോ, ഭരണഘടനയുടെ കാതൽ ബേസിക് കൺസെപ്റ്റിനെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഓർഗാൻ, അവരെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജുഡീഷ്യറി. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി കാണാൻ പറ്റും. നിയമം നിയമിക്കാനുള്ള അധികാരം, നിർമ്മിക്കാനുള്ള അധികാരം പൂർണ്ണമായും പാർലമെന്റിനും ഉണ്ട്. അത് പക്ഷേ ആ നിയമത്തെ ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം
സുപ്രീം കോടതിക്കുമുണ്ട്, ജുഡീഷ്യറിക്കുമുണ്ട്. ഈ രണ്ടിൻ്റെയും പരമാധികാരത്തിൻ്റെ ഒരു മിക്സ്ചറാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ആർക്കും ആരുടെ മേലെയും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷെ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സപ്പോസ് നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിയമം എങ്ങനെ വേണമെങ്കിലും നിർമ്മിക്കാം, പക്ഷെ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ വയലേറ്റ് ചെയ്യപ്പെടരുത്. പക്ഷെ അത് എന്താണ് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് ജുഡീഷ്യറി പറയും. സോ there is judicial supremacy. So synthesis of parliamentary sovereignty and judicial supremacy. Then next one is integrated and independent judiciary. Suppose, what do you mean by executive? What do you mean by executive? Executive means പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ് വേരിയസ് ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുന്നത് എല്ലാം പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററാണ്. സംസ്ഥാനത്താണെങ്കിൽ കീ പോസ്റ്റുകൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രി, മന്ത്രിമാരുമാണ്. പക്ഷേ രാഷ്ട്രപതിയെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിമാരെയോ എങ്ങനെയാണ് നിയമിക്കുന്നത്? they are strictly under the control of constitution എന്നേ ഞാൻ പറയുള്ളൂ. ഭരണഘടനയാണ് അവരുടെ ചീഫ് ജസ്റ്റിസിനെ നയിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ നയിക്കുന്നത്. സുപ്രീം കോടതിയുടെ മേലെ എക്സിക്യൂട്ടീവിന് കൺട്രോൾ ഇല്ല, പ്രധാനമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ കൺട്രോൾ ഇല്ല, അതല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ കൺട്രോൾ ഇല്ല. ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയസ്ഡ് അല്ലാത്ത ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാലിഡിറ്റിയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെയാണോ നിയമം നിർമ്മിച്ചിരിക്കുന്നത്, വെദർ ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട്, ദാറ്റ് ഈസ് ടു ബി ചെക്ക്ഡ് ബൈ ദി ജുഡീഷ്യറി. അതിന് ഈ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തൊരു കൂട്ടം ആളുകൾ വേണം. അതുകൊണ്ടാണ് ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്. ഗവൺമെന്റ് ഓർ എക്സിക്യൂട്ടീവ് ഹാസ് നോ കൺട്രോൾ ഓവർ ദി ജുഡീഷ്യറി. Then next important point is fundamental rights. What is this fundamental rights? Fundamental rights means മൗലിക അവകാശം. If your fundamental right is violated, you can directly approach the Supreme Court. If your fundamental right is violated, you can approach the High Court also. Suppose a state legislature makes a law, or your district collector makes a rule or issued a circular which is totally against the constitution. It violated your fundamental right. You can directly approach the Supreme Court under Article 32, and under Article 26 you can approach the High Court also. Because why ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇത്ര പ്രാധാന്യം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിക്കാനുള്ള അവകാശം, ഈക്വാലിറ്റി, ജോലിക്ക് തുല്യത, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ജീവിക്കാനുള്ള അവകാശം, പ്രൊഫഷൻ എടുക്കാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനുള്ള അവകാശം, ഇതെല്ലാം വിഭാവനം ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 12 to ആർട്ടിക്കിൾ 35. This fundamental right, if any law, പാർലമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു വില്ലേജ് ഓഫീസർ ആയിക്കോട്ടെ, if they issued any circular or anything like that, any rule which is totally against the spirit of the constitution, that can be struck down by the judiciary. So fundamental right is very important. If your fundamental right is violated, I will explain it later. What is fundamental rights? What is the importance of fundamental rights? Why it is given much prominence? These and all I will explain. Then next one is directive principles of state policy. What is directive principles of state policy? Because India എന്നുള്ള വലിയ രാജ്യത്ത് ഈക്വൽ പേ, തുല്യവേതനം, അതല്ലെങ്കിൽ തീർത്തും മദ്യവിമുക്തമായിട്ടുള്ളൊരു രാജ്യം എന്നൊന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത് നല്ല കൺസെപ്റ്റുകളാണെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചില പോർഷൻസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ലെജിസ്ലേച്ചർ വൈൽ മേക്കിംഗ് എ ലോ, ഒരു ലോ നിർമ്മിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ത്യ ഭാവിയിൽ വിഭാവനം ചെയ്യുന്നത്, കൊണ്ടുവരാൻ. അതായത് ഈ കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഭാവിയിൽ നിയമങ്ങളാക്കേണ്ടവ, അത് ഉൾപ്പെടുത്തേണ്ടവ എന്ന് കൃത്യമായി പറയുന്ന
ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. It cannot be implemented. It cannot be forcefully implemented by any by a court or by a state and all. While making law, they have to keep these things in their mind. ഗ്രാജുവലി കൊണ്ടുവരേണ്ട കാര്യമാണ്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു, ദാറ്റ് കനോട്ട് ബി സൂൺ, അത് ഒരിക്കലും ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ലോ നിർമ്മിക്കുമ്പോൾ ആ നിയമം ആ നിർമ്മിക്കുന്നത് ഗ്രാജുവലി ഇന്ത്യയെ ആ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പതിയെ ഇന്ത്യയിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വൈൽ മേക്കിംഗ് ലോ, ലെജിസ്ലേച്ചർ ഹാസ് ടു കീപ് these directive principles in their mind, because it is mainly based on welfare, mainly for welfare of the people. രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എപ്പോഴും അവകാശങ്ങൾ മാത്രം മതിയോ? നമുക്ക് കടമകളില്ലേ? ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീച്ചേഴ്സ് ആണ്. കാരണം ഇന്ന് നമുക്ക് 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. പാർട്ട് 4A അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? സ്റ്റേറ്റ് നമ്മൾക്ക് അവകാശങ്ങൾ തരുമ്പോൾ സ്റ്റേറ്റിനോട് നമ്മൾ ചില കർത്തവ്യങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ആ കർത്തവ്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവരുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലീഗലി എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ കൂടി ചില ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമം നിർമ്മിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ബട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മീൻസ് സ്റ്റേറ്റിനോടുള്ള ഇന്ത്യൻ സിറ്റിസന്റെ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ദ മോസ്റ്റ് സെക്യുലർ സ്റ്റേറ്റ്, ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ചില പ്രസന്റ് സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സികൾ ഉണ്ട് എന്ന് പറയാം. എന്താണ് സെക്യുലർ സ്റ്റേറ്റ്? It does not, the Constitution of India stands for a secular state. It does not uphold any particular religion as the official religion of Indian state. Indian state and official religion ആണെന്ന് ഏത് രാജ്യത്തെയും പറയുന്നില്ല. ഈ ഇന്ത്യൻ വേർഷൻ ഓഫ് സെക്യുലറിസം മീൻസ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. Suppose equality before law and equal protection of law, Article 14. There is an element of concept that concept secularism is there in that article. Freedom of religion. If you want to choose Hinduism, you can go for that. If you want to choose Christianity, you can go for that. You can convert. If you want to convert, okay, you can convert. That Indian Constitution is very beautiful. What you want, you can do it, but don't harm others. You can do it. So this is secularism. Means preamble secure to all citizens of India liberty of belief, faith and worship. State shall not deny to any person equality before law, equal protection of law. State shall not discriminate against any citizen on the ground of religion. Article 15. So secularism എന്ന് പറയുന്നത് വൈഡ് ടോപ്പിക്കാണ്. സെക്യുലാരിസം എന്ന് പറയുന്നത് ഉറപ്പായും ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഒരു കാലത്തും ആ സെക്യുലാരിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് തേഞ്ഞു മാഞ്ഞു പോകരുത്. അത് ഇന്ത്യയുടെ കാതലായിട്ട് തന്നെ നിലകൊള്ളും. അത് നിലകൊള്ളണം. എന്നെങ്കിലേ ബാക്കിയുള്ള എല്ലാ പ്രൊവിഷൻസിനും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനോഹാരിത നിലനിർത്തുള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു പ്രത്യേകത കൂടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ബുക്കിനെ നമുക്ക് മനോഹരമാക്കി ഒരു നല്ല ബ്യൂട്ടിഫുള്ളുമാക്കാം, അതുപോലെ തന്നെ അഗ്ലിയുമാക്കാം. ഒരു ഭരണാധികാരിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് മനോഹാരിത കൊണ്ടുവരാം, അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യാം. ആരാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഭരണഘടന പ്രവർത്തിക്കുന്നത്. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഐ എം ഗിവിംഗ് just an idea of what is constitution. That's all. Not going into deep. I will later explain everything what you want. Separately we will deal fundamental rights, what are directive principles, fundamental duties and all. Then another important point is single citizenship. What is single citizenship? If you go to Jammu Kashmir, I am an Indian. If you go to Gujarati, I am an Indian. No Gujarati, no Tamil, no Kerala and all. We are all Indian. Single citizenship. No double citizenship. For if you go to America, you will find double citizenship. Each state has their own citizen and all.
but we have only single citizenship. That is, we are all Indian. That's all. Then independent body. Suppose election commission. To conduct election, fair and free and fair election, you have an election commission. During the time of election, all power will be vested with election commission. To secure what? Suppose if you are a ruling party, if there is no election, suppose a ruling party is going to conduct an election, definitely bias will be there. Definitely your ruling party will use their power, your muscles, to gain to win the election again. So we have given an independent body. Indian Constitution has given an independent body to conduct free and fair election commission. UPSC civil service examination, മറ്റ് examination conduct നടത്താൻ UPSC, PSC and all. കൂടാതെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ കോടതി പോലെ തന്നെ, പക്ഷെ ഒരു ക്വാസി ജുഡീഷ്യൽ നാച്ചർ വരും. കാരണം നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കണം, സുതാര്യമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഇൻഡിപെൻഡൻറ്റ് ബോഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ദെൻ ആൻഡ് ഓൾ എമർജൻസി പവർ, എമർജൻസി പ്രൊവിഷൻ. ഞാൻ പറഞ്ഞു വൈ ഫെഡറൽ ചില സമയം യൂണിറ്ററി ബയാസ് എന്ന് തോന്നുന്നത് എമർജൻസി ഉള്ള പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ടാണ്. എമർജൻസി പ്രൊവിഷനാണ് യൂണിയനിലേക്ക് അധികാരം കൊണ്ടുപോകുന്നത്. ഒന്ന് നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം, പ്രസിഡൻസ് റൂൾ എന്ന് പറയും. 3 ഫിനാൻഷ്യൽ എമർജൻസി. കാരണം എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിൽ കേന്ദ്രത്തിന് അധികാരം വരുന്നതിനെയാണ്, അല്ലെങ്കിൽ കൂടുതൽ അധികാരം കൈയാളാൻ കഴിയുന്നതിനെയാണ് എമർജൻസി പ്രൊവിഷനിലൂടെയാണ് അവർ കൂടുതലും അധികാരം കൈയാറാൻ സാധിക്കുന്നത്. If you go to the political history of our country, you will understand why emergency, under what circumstances state emergency declared, national emergency declared, what is the impact, critics and all. If you go to his political history, you will understand. Then 3-tier government. We have 3-tier government. That means union government, state government and panchayat and municipalities. Especially panchayat and municipalities came into force by 73rd and 74th amendment. Then state government and all, there is a division of power between union government, state government and means panchayat, distribution of power. So these are all the salient features of the constitution. I will explain why constitution is very, very important. Because we have many laws, IPC, CRPC, Indian Contract Act, Mines Act, many provisions are there. See, Civil Procedure Code and all. But whatever may be the law, whatever may be the rules, whatever may be the regulations, that should be in accordance with the Constitution, basic provisions of the Constitution. If they violate, that can be struck down by the judiciary. So whenever you study one thing, whenever you go through the rules and regulations, notifications, first of all you have to keep Indian Constitution in your mind. Through the prism of the Constitution only, you should watch, you should read, you should write, means understand what is the notification, whether it is against the spirit of the Constitution or not. Suppose if you study Indian Constitution properly, then you go through carefully analyze what is happening around us, then you will rightly criticize, or you can clearly understand whether it is right or wrong. Otherwise we will not get complete picture. Totally we will be unaware of such things. We will get clear idea. This is not this policy is against our Constitution, so this is very bad, or this is very good. So legally you can examine. So Indian Constitution is a very beautiful document. You have to study in detail. I will explain it in next classes, each by each, means what is fundamental right, what is DPSP and all. So let's talk now. This is only an introductory class. Okay, fine.